So, Only this for me? what you want, I will give you everything. Yeah. Because I really love you. Oh. ഇതിനാ ഞാൻ നിന്നെ ഇവിടെ വിളിച്ചത്, എന്നെ കാണാൻ വേണ്ടിയിട്ട്. ഏതെങ്കിലും ഫാമിലി മെമ്പർ ആയിരിക്കും. ലെറ്റ് മീ ചെക്ക്. Okay. വെയിറ്റ്. ഞാൻ കുറച്ച് ബിസിയാണ്, നിങ്ങൾ പോയിട്ട് പിന്നെ വരൂ. ഓക്കെ? Darling, it's me, Manishka. ഞാനിവളെ വീടിന് പുറകെ കാണുന്നല്ലേ പറഞ്ഞത്. ഹായ് മനീഷ്ക. ഹായ്. 1 second, I will be back. Oh my god. Babe, അവള് What the hell? നീ പറഞ്ഞത് നിനക്ക് എന്നെ മാത്രം കാണണമെന്നല്ലേ? ഓഫ് കോഴ്സ് സോഫിയ, ഞാൻ നിന്നെ തന്നെ കാണുമെന്ന് പറഞ്ഞത്. അപ്രതീക്ഷിതമായിട്ട് അവള് കയറി വന്നാൽ ഞാൻ എന്ത് ചെയ്യും? ഞാനല്ല അവളെ വിളിച്ചത്. നീ എവിടെയെങ്കിലും ഒന്ന് വിളിക്കുക. ഹായ് സംവേ പ്ലീസ്. ബിക്കോസ് അവളൊരു ജലസായ പെണ്ണ, ചുമ്മാ വെറുതെ സംസാരിച്ചോണ്ടിരിക്കുക. അതുകൊണ്ട് പ്ലീസ്. I think you're right. നിനക്ക് കൂടുതൽ ഇഷ്ടം എന്നോടല്ലേ, റൈറ്റ്? ഓഫ് കോഴ്സ്. കം 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 കം. ഈ കട്ടന്റെ പുറകെ വിളിച്ചോ പ്ലീസ്. ഒരു മിനിറ്റ് പ്ലീസ്. ഓക്കെ. താങ്ക് യു. വെൽക്കം. ഡാർലിംഗ്, കതക് തുറക്കാൻ ഇത്ര സമയം എന്താ എടുത്തേ? അത് നിനക്കായിട്ട് ഞാൻ റൂം റെഡിയാക്കായിരുന്നു. കം. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. കൺഗ്രാറ്റുലേഷൻസ് ഡാർലിംഗ്. യു നോ വൈ? എനിക്ക് പറയാൻ കഴിയുന്നില്ല, എനിക്ക് എത്ര സന്തോഷമായി പോന്ന്. അതുപോലെ നിന്റെ ഈ സ്പെഷ്യൽ ഡേ നീയും ഞാനും മാത്രം, അതും നിന്റെ ബെഡ്റൂമിൽ. യു നോ വാട്ട്, എനിക്ക് ഡാൻസ് ചെയ്യാൻ തോന്നുന്നു. യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. താങ്ക് യു. വീട്ടിലെ ആരെങ്കിലും ആയിരിക്കും, പാർട്ടി അല്ലേ. നീ വെയിറ്റ് ചെയ്യ്, ഇതാ വരുന്നു. ഓക്കേ, താങ്ക് യു. കമിങ്. ഹായ്. അത് പിന്നെ മമ്മിയാ. നീ വേഗം ഒളിക്കാൻ നോക്ക്. ചെല്ലേ, മമ്മി കണ്ടു കഴിഞ്ഞാൽ ആകെ പ്രശ്നം. ചെല്ലേ ചെല്ലേ, ഇപ്പൊ വരാം. ഓക്കെ, ഇതാ വരുന്നു. ഓക്കെ. പ്രീത, പ്രീത എന്താ ഇവിടെ? എന്തോ കുഴപ്പമുണ്ട്. വെൽക്കം. താങ്ക് യു. നീ ഇത് എന്തൊക്കെയാ ചെയ്യുന്നത് കിരൺ? പ്രിയങ്കയെ പുറത്തു വെച്ച് കണ്ടു. നീയല്ലേ അവളെ വിളിച്ചത്? നോ. ആ പെണ്ണ് തീരെ ശരിയല്ല. നീ അവളെ മൈൻഡ് ചെയ്യരുത്, ഓക്കെ? അതുപോലെ തന്നെ നിന്റെ മറ്റുള്ള ഗേൾ ഫ്രണ്ട്സും ഒട്ടും ശരിയല്ല. അതുകൊണ്ടല്ലേ നീ എന്നെ ഇന്നിവിടേക്ക് വിളിച്ചത്? വേറെ ആരെയും വിളിച്ചില്ലല്ലോ, അതും നിന്റെ ബെഡ്റൂമില്. ഞാൻ നിനക്ക് വളരെ സ്പെഷ്യൽ അല്ലേ? ഓ മൈ ഗോഡ്, ഇന്നിവൻ മൊത്തം പെട്ടു. നന്നായി. ഈ ഫ്ലോട്ടിന് ഇങ്ങനെ തന്നെ വേണം. ഇവൾക്കിവിടെ എന്താ കാര്യം കിരൺ? അത് തന്നെ ഞാനും ചോദിക്കുന്നേ. ഐ മീൻ കൺഗ്രാറ്റ്സ് പറയാൻ വന്നായിരിക്കുമെന്നേ. അത് പിന്നെ അങ്ങനെ ആയിരിക്കും. പക്ഷെ നീ എന്നോട് പറഞ്ഞത് എന്നെ മാത്രമേ കാണുന്നുള്ളൂ എന്നല്ലേ? അല്ല, കിരൺ എന്നെ മാത്രമാണ് കാണാറുള്ളത്. വാ വാ, ഇനി എല്ലാവരും ചേർന്ന് ഈ കിരണിനെ ശരിയാക്ക്. എന്നിട്ട് പൂച്ചകളെ പോലെ ആകും. ഇവനെ കടിക്ക്, മാറ്റി പൊളിച്ചെടുക്ക്. എന്നിട്ട് എല്ലാവരും കഴിക്കും. ഇങ്ങനത്തെ വൃത്തിയോട്ടമാർക്കും ഇതാണ് കറക്റ്റ് ഉത്തരം. പറ്റില്ല. കിരൺ ഇന്ന് എന്റെ ഒപ്പം മാത്രമേ ഉണ്ടാവൂ. ഇതെല്ലാം എന്താണ് കിരൺ? നീ പറഞ്ഞത് നിനക്ക് എന്നെ മാത്രം കാണണമെന്നല്ലേ? പിന്നെ എന്താ ഇതൊക്കെ? അത് പിന്നെ ഞാൻ എന്താന്ന് വെച്ചാ അത് പിന്നെ ഞാൻ എന്താ പറയുന്നത്? ഇതില് കിരണിന്റെ തെറ്റൊന്നുമില്ല. You know what, കിരൺ? You are right. ഇതിൽ കിരണിന്റെ ഒരു തെറ്റുമില്ല. ഇതിൽ തെറ്റ് പറ്റിയത് ഈ സ്റ്റുപ്പിഡ് പെൺപിള്ളേർക്കാ. ഇവളുണ്ടല്ലോ സോഫിയ, നിന്നെ പെടുത്തിയതാവും നിന്റെ പിന്നാലെ നടന്നിട്ട്. എക്സ്ക്യൂസ് മീ, നീ എന്താ പറഞ്ഞേ? അപ്പൊ നീ എന്താ ചിലന്തി? ഇൻവൈറ്റ് ചെയ്യാതെ തന്നെ കിരണിനെ കൂട്ടിപ്പിടിക്കാനായിട്ട് വരും. ഓ ഷട്ട് അപ്പ്. നിങ്ങൾ എല്ലാരും കൂടി കിരണിനെ തീരെടുത്തിരിക്കുകയാണോ? എല്ലാവർക്കും മുമ്പേ കിരൺ എന്റെ ബോയ് ഫ്രണ്ട് ആണ്. ഒന്ന് പോടി. കിരൺ എന്റെ ബോയ് ഫ്രണ്ടാ.
കിരൺ എന്നെ മാത്രമേ പ്രണയിക്കുകയുള്ളൂ. പ്രേമം മണ്ണാങ്കട്ടി ഒന്നുമല്ല. അവൻ നിന്നെ അറിയുക പോലും ഇല്ല. പിന്നെ അവന് നിന്നെ നന്നായിട്ട് അറിയാവുന്നതുപോലെ. മനീഷ്ക, നീ കിരണിൽ നിന്ന് മാറി നിന്നോ, അല്ലെങ്കിൽ നീ എന്ത് ചെയ്യണ്ടേ? ഈ പെൺപിള്ളേർക്ക് ഇതെന്താ പറ്റിയേ? ഇവര് ശരിക്കും കിരണല്ലേ കൈകാര്യം ചെയ്യേണ്ടത്. പിന്നെ ഇവരിത് എന്തിനും തമ്മിൽ തല്ലുന്നത്? നിന്നെ ഞാൻ ശരിയാക്കാം. വേണ്ടി പോരുത്. ശരിയാക്കും ഞാൻ ആരുടെ അല്ല. കിരൺ നമ്പ്യാർ ആരുടെ അല്ല. ഓക്കെ, നിങ്ങൾ ആദ്യം ഇത് പറയാ. നിങ്ങളെല്ലാം കൂടി എങ്ങനെ ഇപ്പൊ തന്നെ ഒരുമിച്ച് വന്നേന്ന്. അതും എന്റെ ബെഡ്റൂമില്ല. എല്ലാരോടും വേറെ വേറെ സ്ഥലമല്ല ഞാൻ പറഞ്ഞത്. പറയാൻ ഐ മീൻ, ഞാൻ പറഞ്ഞ എന്താന്ന് വെച്ചാ, നിങ്ങൾ ആരുടെയും ഹൃദയം തകർക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. 5-5 മിനിറ്റ് വീതം തന്നെയല്ലേ എല്ലാവർക്കും. സ്ഥലവും പലതായിരുന്നു. പിന്നെ എങ്ങനെ നിങ്ങൾ ഇവിടെ എന്റെ ബെഡ്റൂമില് അതും എല്ലാവരും ഒരുമിച്ച്? നിന്റെ സെക്രട്ടറിയാ കോൾ ചെയ്തത്. ഇവിടെ വരാൻ പറഞ്ഞു. അതും നിന്റെ ഫോണിൽ നിന്നാ കോൾ വന്നത്. വാട്ട്? എന്നെ അവള് തന്നെ ഇവിടേക്ക് വിളിച്ചേ. എന്നെ അവളെ വിളിച്ചത്. അവളെ എന്നെയും വിളിച്ചേ. എന്നെ ആൻഡ് യു നോ വാട്ട്, നമ്മൾ കാണാൻ നിശ്ചയിച്ചിരുന്ന സമയല്ലേ അതും അവരാ മാറ്റിയത്. ഐ എം സോറി. നിങ്ങൾ ഇവിടെ നിന്ന് പോ. ഞാൻ കുറച്ച് ഡിസ്റ്റർബ് ആണ്. പ്ലീസ് ലെറ്റ്സ് ഗോ. ഞാൻ പോകുന്നില്ല. ഞാൻ നിന്റെ ഗേൾഫ്രണ്ട് അല്ലേ. ഞാൻ നിന്നെ വിട്ട് എവിടേക്കും പോവില്ല കിരൺ. കിരൺ പ്ലീസ്. ഞാൻ എങ്ങും പോകുന്നില്ല. ഞാൻ എങ്ങോട്ടും പോകില്ല. ഞാനെങ്ങും പോവില്ല കിരൺ. ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഞാനൊന്ന് പറഞ്ഞു കേൾക്കാം. അയ്യോ, ഒന്ന് പോയി തരാമോ? കിരൺ, നീ ഇത്രയും മോശപ്പെട്ട മനുഷ്യനാണോ? ഐ എം ബ്രേക്കിംഗ് അപ്പ് വിത്ത് യു. വാട്ട്? മീ ടു ഇഡിയറ്റ്. ഞാൻ ഇനി നീയുമായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കാം. ഗുഡ് ബൈ കിരൺ. ബൈ ഫോർ എവർ. ഷിറ്റ് മാൻ, ഫോൺ ആര് ചെയ്തായിരിക്കും? അതും എല്ലാവർക്കും. ഇത് നിന്റെ പണിയടി പ്രീത. നീ ചെയ്ത ഒട്ടും ശരിയായില്ല. ദിസ് ഇസ് നോട്ട് ആൻഡ്. ഇത്തവണ നീ വലിയ തെറ്റാടി ചെയ്ത. എക്സ്ക്യൂസ് മീ. സോറി. ഓ ഹലോ പ്രീത, നീയും ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെയും കിരൺ ഒളിപ്പിച്ചിട്ടുണ്ടായിരുന്നോ? നന്നായി നീയും കിരണോയി ബ്രേക്കപ്പ് ചെയ്തത്. മൈ ഗോഡ്, ഈ കിരൺ ഉണ്ടല്ലോ. ഏത്? ഒന്ന് നിന്നെ. എന്താണെന്ന് സൃഷ്ടി, ആ പെൺപിള്ളേരൊക്കെ കൂടി അവനെ എടുത്തങ്ങ് കൈകാര്യം ചെയ്തിരുന്നേ അവന്റെ കാര്യത്തിന് തീരുമാനമായനെ. പക്ഷെ ആ പെൺപിള്ളേരെല്ലാം പരസ്പരം തമ്മിൽ തല്ലായിരുന്നു. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. ഈ പെൺപിള്ളേരൊക്കെ എന്തെങ്ങനെ? എനിക്ക് മനസ്സിലാവും എന്താ ഇങ്ങനെ സംഭവിച്ചെന്ന്. എന്നാ എനിക്ക് പറഞ്ഞതാ. കാരണം അദ്ദേഹം കിരൺ സാറാണെന്നേ. മുകളിലിരിക്കുന്ന ദൈവത്തിന്റെ 1 പീസ് പ്രൊഡക്ഷനാ അദ്ദേഹം. എന്ന് വെച്ചാ ആരാ എന്ന് വെച്ചാലേ, പെൺകുട്ടികളുടെ എല്ലാ ആഗ്രഹം കിരൺ സാർ അവരുടെ മാത്രമായിരിക്കണമെന്നാ. അതിന് യുദ്ധമൊന്നല്ല, മഹായുദ്ധത്തിനുള്ള ചാൻസ് വരെ ഉണ്ട്. പ്ലീസ്, അങ്ങനെയൊന്നും അല്ല. എനിക്കറിയില്ല നീ കിരണിലെ എന്ത് പ്രത്യേകത കണ്ടിട്ട് ഇങ്ങനെയെല്ലാം പറയുന്നേന്ന്. അത് അവന്റെ ആ മിക്സ്ചർ ഓഫ് നേച്ചർ ഉണ്ടല്ലോ. ചിലപ്പോ നല്ല രീതിയിൽ സംസാരിക്കും, നല്ല കെയർ തരും. മറ്റു ചിലപ്പോ കാട്ടുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ടല്ലോ, പറയുന്ന ഭാഷയുണ്ടല്ലോ. ഐ ജസ്റ്റ് ഹേറ്റ് യു. ആ, അതൊക്കെ ഓരോരുത്തരുടെ പോയിന്റ് ഓഫ് വ്യൂ അല്ലേ. എന്ന് വെച്ച് കാണുന്നതൊക്കെ സത്യമാണോന്ന് അർത്ഥമില്ലല്ലോ. എന്നെ തന്നെ നോക്ക് ചേച്ചി, ഞാനെത്ര ഫ്രാങ്ക് പേഴ്സൺ ആണെന്ന് മനസ്സിൽ തോന്നുന്നത് എന്താന്ന് വെച്ചാ പറയും. പക്ഷേ ചേച്ചി ഒരു സ്പെഷ്യൽ പേഴ്സൺ അല്ലേ. ചേച്ചിയുടെ മനസ്സ് വളരെ സ്പെഷ്യലാ. ചേച്ചിയുടെ മനസ്സിലുള്ള കാര്യേ മറ്റുള്ളവരോടൊന്നല്ല, ചേച്ചി ചേച്ചിയോട് പോലും പറയാറില്ല. എനിക്കറിയില്ല നീ ഇതെന്തൊക്കെയാ പറയുന്നേന്ന്. ഞാൻ പോകുന്നു. ആ, എന്തു പറ്റി? നിന്റെ കള്ളി ഓർത്തായോ? എന്താ? ആ, എന്താ? ആ, 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 ചേച്ചി. അറ്റൻഷൻ അറ്റൻഷൻ എവരിവൺ, എല്ലാവരും ഒന്നിങ്ങ് വന്നേ. ഇനിയാണ് പാർട്ടിയിലെ മെയിൻ ഐറ്റം വരുന്നത്. കമാൺ എവരിവൺ, ഇറ്റ്സ് ഡാൻസിംഗ് ടൈം. കമാൺ. ചെല്ലു മോളെ, നിന്നെയാണ് അവൻ വഴിയൊരുക്കി വിളിക്കുന്നത്. എന്തേ? നിന്റെ ഉള്ളിലുള്ളതാ കിട്ടിയോ? ചേച്ചി അങ്ങനെയൊന്നുമില്ല. വാ ഇങ്ങോട്ട്. ഹലോ ഫ്രണ്ട്സ്, പാർട്ടിയിൽ ഡാൻസ് ഇല്ലെങ്കിൽ പാർട്ടി ആകാറേ ഇല്ല. ഇന്ന് എന്റെ ചേട്ടൻ ഇന്ത്യൻ ടീമിൽ സെലക്ട് ആയി. അപ്പൊ ഡാൻസ് ചെയ്തേ പറ്റൂ. റൈറ്റ് ഗൈസ്? സോ ആൾ ഹാൻസം ഗൈസ് ആൻഡ് ബ്യൂട്ടിഫുൾ ഗേൾസ്, ഷേക്ക് യുവർ ലെഗ്സ്. May I?
രോഹിത്, ഇന്ന് നീ ഷേർലിന്റെ കൂടെ എന്തായാലും ഒരു ഡാൻസ് ചെയ്തേ മതിയാവൂ. കമോൺ. അമ്മേ എനിക്ക് വയ്യമ്മേ പ്ലീസ്. ഓ, ഒരൊറ്റ ഡാൻസിന്റെ കാര്യമേ ഉള്ളൂ മോനെ, വേഗം വാ. കിരണിന് എത്ര വലിയ ദിവസമാണിത്. അപ്പോ നമ്മള് സന്തോഷിക്കണ്ടേ? ഓ, ഇതൊരു വിധത്തിൽ നന്നായി. ജാനകി എന്നെയും പ്രീതിയെ ഒരുമിച്ച് കണ്ട് ആ എൻഗേജ്മെന്റിൽ നടന്ന കാര്യങ്ങൾ ഓർത്തെടുത്തെങ്ങാനും പറഞ്ഞിരുന്നെങ്കിൽ ആകെ കൊളാവുമായിരുന്നു. Oh God. ആ വൃത്തികെട്ടവൻ. നിനക്കെന്താ ശരിക്കും ഭ്രാന്താണോ? നീ എന്താ ഇപ്പൊ ചെയ്തേ? നീ മനുഷ്യനെ പോലെയാ ഡാൻസ് ചെയ്യുന്നത്? അല്ല, ഭ്രാന്തനെ പോലെ. നീ എന്താ വല്ല മൃഗമാണോ? എന്റെ കൈ എന്ത് വേദന എടുക്കുന്നു നിനക്കറിയോ? ഒരു കാരണവും ഇല്ലാതെ എന്റെ കൈ പിടിച്ചു വലിച്ച് നീ എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നേ? നീ എന്തിനാണ് എന്റെ ഗേൾ ഫ്രണ്ട്സിനെ മുഴുവൻ എന്റെ ബെഡ്റൂമിലേക്ക് വിളിച്ചത്? അത് ഒരേ സമയത്ത് പറയാൻ. ഐ നീഡ് ആൻസർ. ടെൽ മീ. ആ, വിളിച്ചു. ഞാൻ എല്ലാവരും വിളിച്ചു. എല്ലാവരും ഞാൻ ഒരുമിച്ച് തന്നെ വിളിച്ചു. കാരണം നീ ഇത് തന്നെ ഡിസേർവ് ചെയ്യുന്നത്. നീ എല്ലാവരുടെ അടുത്തും നുണ പറഞ്ഞോണ്ടിരിക്കുക. എല്ലാവരും കബളിപ്പിച്ചോണ്ടിരിക്കുക. നീ ഒരു ചീറ്ററാണ്. എല്ലാവരും ചീറ്റ് ചെയ്യുന്നു. ഞാൻ നിന്നോട് ഒരു തവണ കൂടി ചോദിക്കാം, നീ എന്തിനെങ്ങനെ ചെയ്തേ? പറയൂ. കാരണം എന്താന്ന് വെച്ചാ നീ സ്ത്രീകളെയെല്ലാം ബഹുമാനിക്കാൻ പഠിക്കണം ആദ്യം. ഓ,
നിനക്ക് എന്നെ കുറിച്ച് എന്താ അറിയാവോടി? എന്നെ കുറിച്ച് എന്താ അറിയാവുന്ന? ആ, ഞാൻ സ്ത്രീകളെ ബഹുമാനിക്കാതിരുന്നിട്ടേ ഇല്ല. ഞാൻ ആരെയും വേദനിപ്പിച്ചിട്ടുമില്ല. പെമ്പിള്ളേരെ എനിക്ക് നന്നായിട്ട് കാണാൻ അറിയാം. തിരിച്ച് അവർക്കും അങ്ങനെ തന്നെയാ. അവരെ കണ്ടുന്ന് വെച്ച് എന്താ തെറ്റ്? ടെൽ മീ. ആ, നിനക്ക് നിന്റെ അതേ മൈൻഡ് സെറ്റ് ഉള്ള പെൺകുട്ടികളെ തന്നെയാ കിട്ടിയത്. അത് എനിക്ക് തോന്നിയത് അവരെല്ലാം നിന്നെ തല്ലിക്കൊല്ലുമെന്നായിരുന്നു. ചെരുപ്പ് ഒരു അടിക്കുമെന്ന് വരെ ഞാൻ വിചാരിച്ചതാ. പക്ഷെ അവര് പരസ്പരം അടിയുണ്ടാക്കി അങ്ങ് പോയി. ഒരു മിനിറ്റ്. അപ്പൊ നീ അവിടെ ഉണ്ടായിരുന്നു അല്ലേ? ആ, ഞാൻ അവിടെ ഉണ്ടായിരുന്നു. ഞാനെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്തു. ഒരുപാട് സന്തോഷിക്കുകയും ചെയ്തു. പിന്നെ അതുപോലെ തന്നെ എല്ലാ പെൺകുട്ടികൾക്കും ബോധം വരികയും എല്ലാവരും നിന്റെ അടുത്ത് നിന്ന് ബ്രേക്കപ്പ് ആവുകയും ചെയ്തു. നീ എന്താ എന്റെ അടുത്ത് പറഞ്ഞത്? എനിക്ക് ഒരിക്കലും ഒരു ബോയ് ഫ്രണ്ടിനെ കിട്ടില്ലെന്നോ, കാരണം ഞാൻ ആരെ അർഹിക്കുന്നില്ലെന്നോ. ഇപ്പൊ നീ തന്നെ നോക്ക്, ഒരു ഗേൾ ഫ്രണ്ട് പോലും നിനക്കില്ല. ഓൾ ഗോൺ. പ്രീത അറക്കൽ, നീ കാരണോടെ എന്റെ ഗേൾ ഫ്രണ്ട്സ് എന്നെ വിട്ടു പോയത്. പ്രൈമറി ക്ലാസ് മുതൽ ഇന്ന് വരേക്കും ഗേൾ ഫ്രണ്ട്സ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. മനസ്സിലായോടെ? ഇന്ന് നീ കാരണോ ഞാൻ സിംഗിളായി മാറിയത്. എന്താ? നീ 1ാം ക്ലാസ് മുതൽ ഇങ്ങനെ തന്നെയാണെന്നോ? യെസ്, 1ാം ക്ലാസ് തൊട്ട് ഇപ്പൊ വരെ എന്റെ കൂടെ പെമ്പിളർ ഉണ്ടായിരുന്നടി. ഞാൻ അധികം വൈകാതെ ഒരുത്തിയെ കണ്ടുപിടിച്ചിരിക്കും. പക്ഷെ നീ ചെയ്ത തെറ്റിന് നീ അനുഭവിക്കോടി. നീ അത് മനസ്സിൽ വെച്ചോ. ഇന്ന് മുതൽ ആരെന്റെ ഗേൾഫ്രണ്ടിന്റെ പേര് ചോദിച്ചാലും ശരി, ഞാൻ നിന്റെ പേരായിരിക്കും പറയാൻ പോകുന്നേ. അതായത് ഈ നിൽക്കുന്ന പ്രീത അറക്കൽ. ഞാൻ പൃഥ്വി ഉൾപ്പെടെ എല്ലാവരോടും നമ്മൾ തമ്മിൽ അഫയർ ആണെന്ന് പറയാൻ പോകടി. നിന്നെ നാണം കെടുത്തു ഞാൻ. അങ്ങോട്ട് ഞാൻ ഉറപ്പായിട്ട് അങ്ങനെ ചെയ്യും മോളെ. ഓ മൈ ഗോഡ് കിരൺ, നിക്ക്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. അങ്ങനെ ചെയ്യരുത് പ്ലീസ്. ഞാൻ പറയുന്നൊന്ന് കേക്ക്. അങ്ങനെ ചെയ്യരുത്. ഓ മൈ ഗോഡ്, ഞാനിത് എന്താ ചെയ്തത്? ഇവരുമായിട്ട് ഉടക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു. ബോധം ഇല്ലാത്തവരാ. അവൻ എന്ത് വേണം പറഞ്ഞു നടക്കും. ഓ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാലോ? ഇനി ഞാൻ അവൻ എങ്ങനെ മാനേജ് ചെയ്യും? ഓ, ഓഹോ, കണ്ടോ അവളെ? ആരെ കാണാൻ വേണ്ടിയല്ലേ നീ ഇവിടെയുള്ള എല്ലാ ഗസ്റ്റുകളും അവോയ്ഡ് ചെയ്ത് നിന്റെ റൂമിലേക്ക് പോയത്? ഞാൻ ആരെ കാണാൻ പോയെന്നാ? എന്റെ പൊന്നനിയാ, നീ എന്റെ അടുത്ത് മാത്രം അഭിനയിക്കില്ല. എനിക്ക് നന്നായിട്ട് അറിയാം നീ നിന്റെ ഗേൾ ഫ്രണ്ടിലൂടെ മുറിയിൽ ചിലവഴിക്കായിരുന്നു. നിന്നെ വിളിക്കാൻ റൂമിലേക്ക് വന്നപ്പോ കർട്ടന്റെ പിറകിൽ ഒളിച്ചിരിക്കുന്ന അവളുടെ കാല് ഞാൻ കണ്ടതാ. ഇനി നീയായിട്ട് അവളുടെ പേര് പറയുന്നത് ഞാൻ കണ്ടുപിടിക്കണോ? അത് പ്രീത, ഒന്ന് വന്നേ. ഒന്ന് വാടോ. ഇന്നിതാ കിരൺ അവന്റെ റൂമിൽ ഒളിച്ചു നിന്ന് അവന്റെ ഗേൾ ഫ്രണ്ടിന്റെ പേര് പറയാൻ പോവാണ് കേട്ടോ. കേൾക്കണ കേട്ടോ? ഇനി പറയും. ഞാൻ പറയും. വേണ്ട. പറയട്ടെ ചോദിച്ചാ? തനിക്കറിയോ അതാരാന്ന്? ഇല്ല, ഞാനങ്ങനെ പറയണ്ടെന്ന് പറഞ്ഞതിന്റെ കാരണം എല്ലാവർക്കും അറിയാലോ. കിരൺ എപ്പോഴും ഗേൾ ഫ്രണ്ട്സിനെ ചേഞ്ച് ചെയ്തോണ്ടിരിക്കുന്ന കാര്യം. അപ്പൊ പിന്നെ ഒരു പേര് മാത്രം അറിഞ്ഞിട്ട് സമയം കളയണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാ. ഹേയ്, അങ്ങനെയൊന്നും അല്ല കേട്ടോ. ഇവനവന്റെ ഗേൾ ഫ്രണ്ട്സിന്റെ കുറെ കാര്യമൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ഐ നോ ഓൾമോസ്റ്റ് എവരിവൺ, റൈറ്റ്? എന്തായാലും താനിതിങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ഒരു പക്ഷേ ഇത് അത്രയും സീരിയസ് ആയിട്ടുള്ള കാര്യമായിരിക്കില്ല. അതുകൊണ്ട് തന്നെ എനിക്കത് അറിയാനും താല്പര്യമില്ല. ഞാൻ ചോദിക്കുന്നില്ല. ഓക്കെ, എടാ ഞാനത് ചോദിക്കുന്നില്ല കേട്ടോ. കട്ടിന്റെ പുറകിൽ ഒളിച്ചിരുന്ന ഗേൾഫ്രണ്ടിന്റെ പേരറിയാൻ ഏട്ടന് താല്പര്യമുണ്ടല്ലേ? അവളുടെ പേര് പ്രീത എന്നാ. കിരൺ, വാട്ട് ഡു യു മീൻ ബൈ ദാറ്റ്? പ്രീതയോ? വാട്ട്? പ്രീത? റീത? I said Rita Fernandez. Okay. റീതയോ? എടാ, നിനക്കതൊന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞുകൂടായിരുന്നോ? ക്ലിയർ ആയിട്ട് പറയാതിരുന്ന പിന്നെ ഞാനത് എങ്ങനെ? താൻ എന്താന്നാ കേട്ടെ?